രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പെട്ടെന്ന് മരണം കൊണ്ട് തരുന്നതാണ്. രണ്ട് കാര്യങ്ങൾ പ്രധാനമായി മഹത്തുക്കൾ പഠിപ്പിക്കാൻ. പെട്ടെന്ന് നമ്മൾ മരിക്കും. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പെട്ടെന്ന് മരണം സംഭവിക്കുന്ന ഈ രണ്ട് സ്വഭാവങ്ങൾ നമ്മിലുണ്ടോ എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ആ രണ്ട് സ്വഭാവങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. പ്രിയപ്പെട്ടവരെ, ബലാ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു തആല എടുത്തു മാറ്റാൻ കാരണമാക്കുന്ന ഒരു അമൽ നമുക്ക് പഠിച്ചാലോ? ബലാ, അതുകൂടി ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബലാ എന്ന് പറയുമ്പോൾ അള്ളാഹു നൽകുന്ന അപകടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ശൈത്വാനിന്റെ ഉപദ്രവങ്ങളൊക്കെ ബലാ എന്ന് പറയാം. ഈ ബലാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെയും അള്ളാഹു തആല എടുത്ത് മാറ്റിത്തരണം പ്രിയപ്പെട്ടവരെ. അതിന് ഉതകുന്ന ഒരു അമൽ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണെന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് ലിങ്ക് അയച്ചു കൊടുക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വ ആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങൾ പെട്ടെന്നുള്ള മരണമുണ്ടാകാനുള്ള കാരണമുണ്ടാകും. മരണത്തെക്കുറിച്ച് അധികമായിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഏതൊരു മനുഷ്യനും മരണം എന്താണെന്നറിയാം, പക്ഷെ അനുഭവിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. മരണത്തെക്കുറിച്ച് കണ്ടിട്ടുണ്ട്, മരിച്ചു കിടക്കുന്നവരെ കണ്ടിട്ടുണ്ട്, മരിക്കുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട്, മരിച്ചു മറമാടുന്നത് കണ്ടിട്ടുണ്ട്, എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മരണം ഒരു ഗൗരവത്തിൻ്റെ വിഷയമായിട്ട് നമ്മൾ പലപ്പോഴും കാണാറില്ല എന്നുള്ളതാണ്, അല്ലേ? പ്രിയപ്പെട്ടവരെ, മരണം ഒരു ഗൗരവമായിട്ട് കാണേണ്ടുന്ന വിഷയമാണ് എന്ന് ഇൻഷാ അല്ലാഹ് ഇത്തരണത്തിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താണ്. കാരണം ഏത് സമയത്താണ് മരിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ ചിലപ്പോൾ ഞാൻ മരണപ്പെട്ടേക്കാം. അതുപോലെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇരുത്തത്തിൽ നിങ്ങളും മരണപ്പെട്ടേക്കാം. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ഒരു സ്വഹാബി ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ, എന്താണ് ഞാൻ അള്ളാഹുവിനോട് കൂടുതലായിട്ട് ദുആ ചെയ്യേണ്ടത്? എന്താണ് ഞാൻ അള്ളാഹുവിനോട് കൂടുതലായിട്ട് ദുആ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്വഹാബി ചോദിച്ചപ്പോൾ നബി തങ്ങൾ മറുപടി പറയുണ്ടായി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ എന്ന് ഇങ്ങനെ ധാരാളമായി ചോദിക്കുക എന്നുള്ളതാണ്. അഫുവിനെയും ആഫിയത്തിനെയും, ആരോഗ്യവും അതുപോലെ തന്നെ മാപ്പിരക്കലും, അള്ളാഹുവിനോട് ചെയ്ത പാപങ്ങൾക്ക് മാപ്പും അതുപോലെ തന്നെ ആരോഗ്യവും തരണമെന്ന് അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യണമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ഫുജ്അത്തുൽ മൗത്ത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ്. രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിത ശൈലിയിലുണ്ടെങ്കിൽ അതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൻ സറഹു അയ്യുബ്സത ലഹു ഫി റിസ്ഖിഹി വയുൻസ ലഹു ഫി അഥരിഹി ഫൽയസിൽ റഹമഹു. ആരെങ്കിലും ഒരാൾ അവൻ്റെ റിസ്ഖ് വിശാലമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതുപോലെ അവൻ്റെ ആയുസ് അധികമായി കിട്ടാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ അവൻ്റെ ആയുസ് അധികമായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്തു കൊള്ളട്ടെ? ഫൽയസിൽ റഹ്മഹു, അവൻ കുടുംബ ബന്ധത്തെ ചേർത്ത് കൊള്ളട്ടെ. കുടുംബ ബന്ധം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ടവർ, അത് ചേർക്കാനുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുടുംബ ബന്ധത്തിൽ മനഃപൂർവ്വം ചതിയും വഞ്ചനയുമായിട്ട് കഴിഞ്ഞ് ഒരു കുടുംബ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, മരണം പെട്ടെന്ന് വന്നെത്താൻ ഉള്ള കാരണമാകുമെന്ന് ഈ ഹദീസ് എടുത്ത് വെച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ കുടുംബ ബന്ധം ചേർക്കണം. കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കരുത്. കുടുംബ ബന്ധങ്ങൾക്ക് ഉപയോഗമായില്ലെങ്കിൽ പോലും ഉപദ്രവങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം അപ്പം അതാണ്. വേഗം മരണം നമ്മെ പിടിപെടാനുള്ള ഒന്നാമത്തെ കാര്യം കുടുംബ ബന്ധങ്ങളിൽ, ആ സുഹൃത്ത് ബന്ധങ്ങൾ, നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ കാരണം ഒരു വിള്ളൽ വരാൻ പാടില്ല. ചില ആളുകളുണ്ട് ബന്ധങ്ങളിൽ വിള്ളൽ വരുത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരെ പോലെ കഴിയുന്നവർ. കുടുംബ ബന്ധങ്ങൾ അടിച്ച് തകർക്കാനുള്ളതാണെന്ന രൂപേണ നടന്നു പോകുന്ന ചില ആളുകളുണ്ട് പ്രിയപ്പെട്ടവർ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ.
പെട്ടെന്ന് മരണം വന്ന് പിടികൂടിയേക്കാം. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അത് സ്വതക്ക തീരെ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. മരണം പെട്ടെന്ന് വരാനുള്ള രണ്ടാമത്തെ കാരണം. നമ്മുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടായിട്ട് ആ സ്വതക്ക നമ്മൾ കൊടുക്കുന്നില്ല, തീരെ കൊടുക്കുന്നില്ല. നമ്മളെ ഇല്ലാഞ്ഞിട്ട് കൊടുക്കാത്തതല്ല ഈ പറയുന്നത്, നമ്മുടെ ഉണ്ടായിട്ട് തീരെ സ്വതക്ക കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പണ്ഡിതർ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, സ്വതക്ക കൊടുക്കാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ബലാ വന്നു ചേരും. ആ ബലായിലൂടെ മരണവും സംഭവിക്കാനുള്ള കാരണമാകും. ഇല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയിട്ട് ജീവിതം തന്നെ ഒരു മരണതുല്യമായ ജീവിതമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് പ്രിയപ്പെട്ടവരെ. നബി പഠിപ്പിക്കുന്നുണ്ട്, അസ്വദഖത്തു റദ്ദുൽ ബലാ, നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്ന എല്ലാ ബലാ, ഇടങ്ങേറ്, മുസീബത്ത്, ശൈത്വാനിയായ, പിശാചിയായ, ജിന്നിയായ, ഇൻസിയായ, ലഅനത്താക്കപ്പെട്ട മുഴുവൻ ഷറുകളും മുഴുവൻ ബലാകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നീ കൊടുത്ത സ്വതക്ക കാരണമായിട്ട് തട്ടിമാറ്റിക്കളയുന്നതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മളൊക്കെ എത്രമാത്രം സ്വതക്ക കൊടുക്കാറുണ്ടെന്ന് സ്വയമേ ഒന്ന് ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ. ഈ ഇരിക്കുന്ന ഞാനാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിലും പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം സ്വതക്ക കൊടുക്കാറുണ്ട്? ആവശ്യത്തിന് സമ്പത്തുള്ളപ്പോൾ നമ്മൾ സ്വതക്ക കൊടുക്കാറില്ല, അല്ലേ? നേരെ മറിച്ച് ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ സ്വതക്ക കൊടുക്കാറ്. അങ്ങനെയാകാതെ നമ്മളുടെ സമ്പത്തിൻ്റെ ഒരു വിഹിതം ഒരു സ്വതക്കയ്ക്ക് വേണ്ടിയിട്ട്, പാപങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മരണം പെട്ടെന്ന് വരാനുള്ള കാര്യം, രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് സ്വതക്ക കൊടുക്കാതെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ സ്വതക്ക എന്താ? റദ്ദുൽ ബലാ ആണ്. ബലാ മുഴുവനും സ്വതക്ക തടയുന്നതാണ് എന്ന് ഹബീബായ മുത്തുനബി പഠിപ്പിക്കുമ്പോൾ സ്വതക്ക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അതുപോലെ തന്നെ റിസ്ക്കിൽ വർധന വരണമെങ്കിലും അതുപോലെ ആയുസ്സിൽ വർധന വരണമെങ്കിലും എന്ത് ചെയ്യണം? കുടുംബ ബന്ധത്തെ ചേർക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അല്ലാഹു നമ്മളെയൊക്കെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, യാതനകൾ, വേദനകൾ പടച്ച തമ്പുരാൻ മാറ്റി തന്ന സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനുകളിൽ ദുആ വസിയ്യത്തുകൾ അറിയിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ വിഷമങ്ങളും വ്യസനങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും യാതനകൾ, വേദനകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പരാധീനതകൾ, പരിഭവങ്ങൾക്കൊക്കെയും പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾ പറയുന്ന ഓരോ കമൻറ്റിൽ അറിയിക്കുന്ന വസിയത്തുകളും ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. സ്വലാത്തിൻ്റെ മജ്ലിസുകൾ ദുആ ചെയ്യുന്നുണ്ട്. വെള്ളിയാഴ്ചകളുടെ മജ്ലിസുകൾ ദുആ ചെയ്യുന്നുണ്ട്. എപ്പോഴും ദുആയിൽ ഒരിടം നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഉറപ്പ് തന്നുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളെ വീഡിയോ എല്ലാ ദിവസവും 1000 പേര് മുടങ്ങാതെ കാണുന്നുണ്ട്. സന്തോഷമുണ്ട്, വലിയ സന്തോഷമുണ്ട്. 1000 പേരിലേക്കെങ്കിലും നമ്മുടെ ഇൽമ് എത്തുന്നുണ്ടല്ലോ എന്നുള്ള വലിയ സന്തോഷം നമ്മിലേക്കുണ്ട് പ്രിയപ്പെട്ടവരെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നവരിലേക്കൊക്കെ നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അല്ലാഹു നമ്മളെയൊക്കെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.